Ali. Please do depart. Stage number fast. Just please nod. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir rahmanir rahim. Alhamdulillahi rabbil alamin. As-salatu was-salamu ala ashrafil makhluqin wa ala alihi wa sahbihi ajma'in. Amma ba'd. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ പ്രോജ്വലിക്കുന്ന ഒരു അധ്യായമാണ് പരിശുദ്ധ ബദർ. കേവലം 313 സ്വഹാബാക്കള് 1000-ലേറെ വരുന്ന ശത്രു സൈന്യത്തിനെതിരെ പോരാടിക്കൊണ്ട് വിപ്ലവാത്മകമായ വിജയം കൈവരിച്ച റമദാൻ 17. ബദറിനെ കുറിച്ചുള്ള പല ചർച്ചകളും ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബദറിലെ അണവാകി റൂഹുൽ അമീൻ തെൻമൊളിയ അമ്പൻ പുകഴ്ദയ ഖൈറുൽ ബറായ തുണയാർ അബൂ സുഫ്യാനും ബഈറ ചുമകളും ഷാമിന്ന് ബാരുന്നു സൈറ. പ്രവാചകരും സ്വഹാബാക്കളും ആ മസ്ജിദ് നബവിയുടെ പൂമുഖത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സ്വഹാബാക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും സുശബ്ദം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വേളയിലാണ് ആകാശലോകത്ത് നിന്ന് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരുന്നത്. തങ്ങളെ അസ്സലാമു അലൈക്കും. പ്രവാചകര് തിരിച്ച് വഅലൈക്കും അസ്സലാം. അല്ലാഹുവിൽ നിന്ന് ചില കൽപ്പനകളുണ്ട്. തനിയോനരുളുങ്കൾ താമും സ്വഹാബ തരതാലിലൈഹിം സൂറത്തിൽ പോവാൻ തണി ചെയ്യും തോഹവിലേകലും കൂറി താഴുസുല്ലം ലകുശർദണ്ഡമേറി. റസൂലേ, ഷാമിൽ നിന്ന് അബൂ സുഫിയാനും സംഘവും വലിയ കച്ചവട സംഘവുമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അള്ളാഹു പറയുന്നത് നിങ്ങൾ അവരെ തടഞ്ഞു നിർത്തണമെന്നാണ്. അതിനാല് നിങ്ങളും സ്വഹാബാക്കളും അതിന് ഒരുങ്ങി തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശലോകത്തേക്ക് തിരിച്ചു മടങ്ങുകയാണ്. എന്നിട്ട് പ്രവാചകർ സ്വഹാബാക്കളോട് വീണ്ടും സംസാരിച്ചു തുടങ്ങുന്നു. ഏകൻ അമർ കേട്ടടവേ മുതിർത്ത് ഹാരെ തണിക്കും നബിയും ഒരുങ്ങി ഹഷി തെളിന്തരികോരും മരുങ്ങി ഹൂറാലുളർന്ന് സ്വഹാബാകെ കണ്ണം കുല്ലും റുസുൽകൾ ഒരുമിത്തെ എണ്ണം മാറാതവർകൾ മുഹാജിർകളാഹ മറ്റാകെ അൻസാറുകളാകും ഖസം. ഓ സ്വഹാബ, നിങ്ങൾ ആലോചിച്ചു നോക്കി, നമ്മൾ മക്കത്ത് നിന്ന് ഇത്ര നാട് വിടാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ശത്രുക്കളുടെ ശത്രുത സഹിക്കാതെ വന്നപ്പോൾ നമ്മൾ നാടും വീടും കുടുംബവും എല്ലാം വിട്ട് ഇങ്ങോട്ട് പോകുന്നല്ലേ. എന്നാൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് അള്ളാഹു ഒരു കൽപ്പന തന്നിട്ടുണ്ട്. അതായത് ഷാമിൽ നിന്ന് അബൂ സുഫിയാനും സംഘവും തിരിച്ചു വരുന്നുണ്ട്. വലിയ കച്ചവട സംഘമാണ്. അവരെ തടയാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. അതുകൊണ്ട് നമുക്ക് തയ്യാറാകുകയല്ലേ. ഇത് കേട്ടതും പ്രവാചകരുടെ ഒറ്റ വാക്കിനും വിലക്ക് പറയാത്ത സ്വഹാബാക്കള് ഞങ്ങൾ സജ്ജരാണ് റസൂലേ. അതാ അവർ എത്ര പേരായിരുന്നു? 77 മുഹാജിരികളും 236 അൻസാരികളും അടങ്ങുന്നു. കവി പറയുന്നത് ഏകദേശം ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട മുർസലീങ്ങളുടെ എണ്ണത്തിന് സമമാണ് എന്നാണ്. എങ്കിൽ പോലും ചില സഹാബാക്കൾക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് വിപ്ലവാത്മകമായ അധർമ്മ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. ഉരയാകെ 310 മൂണ്ടേ ഉണ്ടാമുറഫായ ഖൗലമിതുണ്ടേ കരുവോരിൽ മൂണ്ട് മുഹാജിർകളെയും കരുത്തുറ്റവർ പഞ്ചമൻസാറുകളെയും നിറവത്തുളർന്ന സമൂഹം സ്വഹാബിൽ നീണ്ടട്ട് പേരാവോഷിത്തോരെ സബബിൽ. പ്രവാചകര് പറഞ്ഞപ്പം എല്ലാവരും ഒന്ന് സജ്ജരായി. അതെ, അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ, എന്നാൽ നമ്മൾ ഒരുങ്ങി തയ്യാറാകുക തന്നെ ചെയ്യും. അങ്ങനെ എല്ലാവരും ഒരുങ്ങി തയ്യാറായപ്പോഴാണ് പ്രവാചകര് ചിലവർക്ക് ചില വിലക്കുകൾ ഏർപ്പെടുത്തുന്നത്. അതിലെന്ന് 3 മുഹാജിരിങ്ങളും 5 അൻസാരികളുമാണ്. ആദ്യമായിട്ട് വിളിക്കുന്നത് ഉസ്മാന് തങ്ങളെയാണ്. ഓ
ഉസ്മാന തങ്ങൾ, നിങ്ങൾ കേട്ട് പേര്. ആരാണ് ഉസ്മാന തങ്ങള്? ഹബീബായ തങ്ങളെ 2 പുത്രിമാരെ വിവാഹം ചെയ്ത് ദുന്നൂറൈനി എന്ന ലക്കബലം സ്വീകരിച്ച മഹാനവറുകളെ വിളിച്ചിങ്ങോട്ട് വരും. എന്താ നിങ്ങളെ അവസ്ഥ? നിങ്ങൾ യുദ്ധത്തിന് വരികയാണോ? ഒരിക്കലും ശരിയല്ലല്ലോ. ബീവി അവിടെ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ യുദ്ധത്ത് പോകുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നുകൊള്ളൂ. നിങ്ങൾ ഒരിക്കലും യുദ്ധത്തിന് വരണ്ട. യുദ്ധത്തിന് വരുന്നതിനേക്കാൾ ഏറ്റവും അഫ്ളല് നിങ്ങൾ ഇവിടെ നിൽക്കലാണെന്ന് പ്രവാചകർ പറയുന്നു. ശേഷം വിളിക്കുന്നത് മഹാനായ സഅദ് റളിയല്ലാഹുവിനെയും മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹുവിനെയും. ഓ ത്വൽഹത്ത്, ഓ സഅദ്, നിങ്ങൾ ഇങ്ങോട്ട് വരി. നിങ്ങൾ ഇപ്പം ഷാമിലേക്ക് ചെല്ലണം. എന്താണ് അവിടുത്തെ സ്ഥിതികൾ? എന്താണ്? അബൂ സുഫിയാനൊക്കെ തിരിച്ചു പോന്നോ? അങ്ങനെ തുടങ്ങിയ പരിശോധനകൾക്ക് വിധേയമാക്കാൻ വേണ്ടി സഅദ് റളിയല്ലാഹുവിനെയും ത്വൽഹത്ത് റളിയല്ലാഹുവിനെയും ഷാമിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നാൽ ഇവരവിടുത്തെ പരിശോധനകളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും യുദ്ധം അവസാനിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ശേഷം മഹാനായ അബൂ ലുബാബ് തങ്ങളെ വിളിക്കുന്നു. ഓ ലുബാബെ, നിങ്ങൾ ഇങ്ങോട്ട് വരും. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുക്കൾക്ക് ശത്രുത ഉള്ളത് എന്നോടാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീടും പരിസരവും എൻ്റെ സമ്പത്തുമെല്ലാം നിങ്ങൾ ഒന്ന് കാവൽക്കാരനായിട്ട് ഇവിടെ നിന്നുകൊള്ളു. നിങ്ങൾ യുദ്ധത്തിന് താൽക്കാലികം പങ്കെടുക്കേണ്ട. ഇതിനു ശേഷം മഹാനായ ആസിമ തങ്ങളെ വിളിക്കാണ്. ഓ ആസിമേ, എന്തപ്പോ മദീനയിൽ എല്ലാവരും പോവാണ്. ഏകദേശം 313ഓളം, ഏകദേശം 305ഓളം, 306 പേര് മദീനയിൽ നിന്ന് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഏതായാലും ഇവിടെ നിന്നോളൂ. ഇവിടെ ഇമാമത്തിനും മറ്റു ആരാധനാലയ കർമ്മത്തിനു വേണ്ടി നേതൃത്വം നൽകാൻ നിങ്ങൾ ഇവിടെ നിന്നുകൊള്ളുമെന്ന് പറയുകയാണ്. അങ്ങനെ മഹാനവറുകളെ ഖുബാ മസ്ജിദിലെ പ്രാർത്ഥന നേതൃത്വക്ക് വേണ്ടി അവിടെ നിയോഗിച്ചുകൊണ്ട് റസൂല് മഹാനവറുകളെയും അവിടെ നിന്ന് ഒഴിവാക്കി. ശേഷം മഹാനായ ഇബ്നു ഹാത്തിബ് തങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ബനു അംർ ഗോത്രത്തിലെ കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി മഹാനവറുകളെയും അവിടെ നിയോഗിക്കുകയാണ്. അങ്ങനെ പ്രവാചകർ 306 സ്വഹാബാക്കളുമായി അതാ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി യാത്ര തുടരുകയാണ്. പക്ഷേ യാത്ര മധ്യേ മഹാനായ പല പ്രതീക്ഷകളും മുന്നിൽ കണ്ട് മഹാനായ ഹവ്വാത്ത് തങ്ങൾ അതാ വഴിമധ്യേ ഒട്ടകത്തിന്റെ ചുമലിൽ നിന്ന് നിലത്തേക്ക് വീണുകൊണ്ട് ഗുരുതരമായ പരിക്കേറ്റ് നാട്ടിലേക്ക് തിരിക്കേണ്ടി വരികയാണ്. ഇത്തരത്തില് പൂർണ്ണസജ്ജരായ സ്വഹാബാക്കളെ 8ഓളം സ്വഹാബാക്കള് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതെ വന്നപ്പോൾ സ്വഹാബാക്കള് പ്രവാചകരോട് വന്ന് വിതുമ്പുകയാണ്. പ്രവാചകരെ, ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇതിന് സജ്ജരായവരാണല്ലോ. നമുക്ക് ഈ സ്വഹാബാക്കളൊക്കെ പോകുന്ന അതേ ഫളായിലുകൾ നമുക്ക് ലഭിക്കും. തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബ, തീർച്ചയാണ് എത്തരത്തിലുള്ള ഫളായിലുകൾ അല്ലാഹു തആല അവർക്ക് നൽകോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് അതാ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും അതാ ആ അബൂ സുഫിയാനെയും സംഘത്തെയും തടഞ്ഞു വെക്കാൻ പോകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.